ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പം വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുക. ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഇതാ വഴി. കുറച്ച് ദൂരം പോകണം, എന്നാലേ ബസ് കയറുന്നിടത്തോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. നടന്ന് ഇതാണ് പോകുന്ന വഴി. ഞാൻ വീട്ടിൽ ചുമ്മാ പോവാട്ടോ. കുറേ ദിവസമായി പോയിട്ട്. പിന്നെ ചേച്ചിയുടെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നായിരുന്നു. അതൊന്ന് കൊടുക്കണം. അവൾക്കൊരു പരിപാടിയുണ്ട്, സെറ്റ് സാരി. അപ്പം അതൊക്കെ കൊടുക്കാനായിട്ട് പോവാം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ രാവിലെ ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിച്ചു, 3-4 എണ്ണം. അതായത് മുറിച്ച് വെച്ചത് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിലും രാവിലെ ചോറായിരുന്നു. ചോറുണ്ണുന്നത് എനിക്കിഷ്ടമല്ല. രാവിലെ ചോറുണ്ണുമ്പോൾ ഒരു മടുപ്പാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കാതൂടെ ഒരെണ്ണം കൂടെ കുത്തിയാലോ എന്ന്. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം ഉണ്ട്, മണ്ടയിലും ഒരെണ്ണം. അപ്പം അപ്പുറം ഇപ്പുറം ഓരോന്നൂടെ കുത്തിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നോക്കാം. ഏട്ടനോട് പറഞ്ഞാൽ വഴക്ക് പറയും. എനിക്ക് കാത് കുത്തുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിത് അവളുടെ സാരിയുണ്ട്. അപ്പം നമുക്ക് ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം. ഞാനിങ്ങനെ ഫോണും പിടിച്ചിട്ട് പോയിട്ട് ആൾക്കാരെന്നെ നോക്കുന്നു. ഞാൻ എന്താ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നത്? അവർക്കറിയത്തില്ലല്ലോ ഞാൻ വ്ളോഗ് എടുക്കുവാന്ന്. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് എത്തും. അവിടെ നിന്ന് ഇവിടെ വരെ കുറച്ചേറെ നടക്കണമുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മടുപ്പാണ്. ഇത്രയും നടക്കണ്ടോണ്ടേ. ഏട്ടനുണ്ടെ കൊണ്ട് വിടും. ഏട്ടനിപ്പോൾ ജോലിക്ക് പോയതുകൊണ്ട് വീട്ടിൽ ആരുമില്ല, സ്കൂട്ടറും ഇല്ല. അല്ലായിരുന്നെങ്കിൽ അതിന് പോയാൽ മതിയേ. അതുകൊണ്ട് മടുപ്പാണ്. നടക്കാനേ മടിയാണ്. എന്താണെന്നറിയില്ല. ക്ഷീണം വരും നടക്കുമ്പോഴേ. അതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കുറച്ച് നടക്കുമ്പോൾ മടുപ്പല്ലേ. ഞാനിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് വീട്ടിൽ പോയിട്ട് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ വരണം. എന്നിട്ട് എനിക്കൊരു ചെരുപ്പ് മേടിക്കണം. പിന്നെ ഏട്ടനൊരു ബെൽറ്റ് വാങ്ങിക്കണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. പക്ഷേ കണ്ടില്ലേ, മഴക്കാരാണ്. മഴക്കാരെനിക്ക് കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മൂകത. മഴക്കാരോടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞ എന്താണോ. ഞാനിന്ന് പോകുകയെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഒന്ന് മഴ പെയ്യുന്നതെന്ന് എനിക്ക് സംശയം. ഞാനിങ്ങനെ നടക്കുമെന്ന് വകയുന്നത് നല്ലതാണോ? കമൻറ്റ് ചെയ്യണേ. ഞാൻ നടക്കുമെന്ന് വകയാറില്ല. പിന്നെ ഞാനിപ്പം ചുമ്മാ ഇന്ന് വകഞ്ഞതാണ്. വേറെന്താ? ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കടയിൽ ഒരു ചെരുപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 2-3 മാസമായി. അതാരും എടുത്തുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ചെരുപ്പ് വാങ്ങിക്കാം. 250 അത്രയും കണ്ടേ ഉള്ളൂ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ കഴിക്കുന്നു, ഫോൺ പിടിച്ചിട്ട്. ആണ്ടേ നമ്മൾ അങ്ങനെ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളൊന്ന് ഫോൺ വിളിച്ചു പോവോ വർത്താനം പറഞ്ഞ് പോവോ ചെയ്യുകയാണെങ്കിൽ മടുപ്പ്. പക്ഷേ ഇവിടെ ഒരു കണ്ണാടി. ഫോൺ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫോണിൽ കിള്ളിക്കൊണ്ട് പോവുകയാണെങ്കിലോ മടുക്കത്തില്ല. ഇതൊന്നും ഇല്ലാതെ നടന്നു പോകുമ്പം മടുപ്പായിരിക്കും. ക്യാമറയിലോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ? കോങ്കണ്ണുണ്ടെന്ന് വിചാരിക്കുമോ? ഒരു ബസ് പോയി സുഹൃത്തുക്കളെ. ഐ ആം ടയേർഡ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേനും നിങ്ങൾ കണ്ടു, ഒരു ബസ് ഇതിലൂടെ പോയി.
പേഴ്സ് എടുത്തോ നോക്കുമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പാളിപ്പോകും പോക്ക്. അപ്പം ഞാൻ മെയിൻ റോഡിൽ ഫോൺ പിടിക്കത്തില്ല, എനിക്ക് നാണക്കേടാ. ഏട്ടൻ്റെ കൂട്ടുകാരും എല്ലാം ഉണ്ട് കളിയാക്കും. അപ്പം ഞാനിതേ ബസ് കയറിയിട്ട് വിളിക്കാം കേട്ടോ. പക്ഷേ എന്താ വ്ലോഗ് എടുക്കാം ബാക്കി. ബസ് കയറുന്നിടത്ത് നമ്മൾ അങ്ങ് നടന്നു വന്നപ്പോൾ അല്ലേ ഒരു ബസ് പോയേ. കുറേ നേരം നോക്കി നിന്ന് ബസ് വന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ബസ്സിലാണ് കയറി. ഞാൻ വീട്ടിലെത്തി. ഞാൻ ഇതാണ് എൻ്റെ വീട്. ഇനി വന്നേ കാശി, ഇതാണ് എൻ്റെ കാച്ചിക്കുട്ടൻ. ഹായ് പറഞ്ഞേ, മാമൻ കച്ചോന്ന് ചോദിച്ചേ. ഭയങ്കര മഴ വരുന്നു. താഴെ പോവല്ലോ. എവിടെ പോവാ? ചോറ് വെച്ചു. ചോറിന് മീനും സാമ്പാർ, മീൻകറി, പയറുതോരനൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ചു പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തു. ഞാൻ വീട്ടിൽ വന്നു തിരിച്ച്. അപ്പം വന്നിട്ട് 2 റീൽസ് എടുക്കുമായിരുന്നു. ഡ്രസ്സൊന്നും മാറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.